വിടാമുയർച്ചി മഹിഴ് തിരുമേനിയുടെ ഡയറക്ഷനിൽ റീസെന്റ് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. റിലീസ് ചെയ്ത ടൈം തൊട്ട് തന്നെ ഒരു മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഒരു ചിത്രം എന്ന് തന്നെ പറയാൻ സാധിക്കും. കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വിടാമുയർച്ചി കൊള്ളില്ല എന്നൊക്കെ തന്നെ പലയിടത്തും കേട്ടതുകൊണ്ട് തന്നെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും കൊടുക്കാതെ ശോക സിനിമയായിരിക്കും എന്നോർത്ത് തന്നെയാണ് ചിത്രത്തിന് കയറിയത്. അങ്ങനെയുള്ള എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചിത്രത്തിന്റെ കഥ എന്നുള്ളത് ഞാൻ കാര്യമായിട്ട് സ്പോയിലർ ആക്കുന്നില്ല. ഞാൻ സ്പോയിലർ ആക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് എനിക്കറിയാം. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഹോളിവുഡ് സിനിമ 1997 സിനിമ കണ്ടിട്ട് കാണും, അല്ലെങ്കിൽ നമ്മൾ തന്നെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ്. ഒരു കിടിലൻ സീറ്റഡ് ത്രില്ലർ സിനിമയാണ്. എന്തായാലും അതിൻ്റെ ഒരു റീമേക്ക് തന്നെയാണ് ഈ ഒരു ചിത്രം എന്നുള്ളത്. എങ്കിലും കഥ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ആശയം പറയാം. നമ്മുടെ ചിത്രത്തിലെ നായകനും നായികയും ഒരു റോട്ടിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇവർക്കൊരു പ്രശ്നം നേരിടേണ്ടി വരികയാണ്. അതെന്താണെന്നുള്ളത് കണ്ട് തന്നെ മനസ്സിലാക്കി എടുക്കുക. ഇപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇപ്പോൾ അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ തുനിവോ അല്ലെങ്കിൽ വലിമയെ പോലുള്ള സിനിമകളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് ബെറ്ററായ ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു വിടാമുയർച്ചയെ തോന്നിയിട്ടുള്ളത്. അത് പ്രധാനമായിട്ട് ഇതിൻ്റെ കഥ എടുക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു കഥയാണെന്ന് പറയാൻ സാധിക്കില്ല. അത് ബ്രേക്ക് ഡൗണിൻ്റെ സ്റ്റോറിയും അങ്ങനെ തന്നെയാണ്. സോ എനിക്കറിയാമായിരുന്നു ഈ ഒരു സിനിമ വലിയ സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള കഥയൊന്നും അല്ല, ഇത് കുറച്ച് പ്ലെയിൻ ആയിട്ട് പോകുന്ന കഥ തന്നെയാണ്. പിന്നെ ഇവർ ഈ കഥയ്ക്കുള്ളിൽ എന്തൊക്കെ കാഴ്ച വെക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് ശരിക്കും ഞാൻ ഈ ഒരു സിനിമയ്ക്കുള്ളിലേക്ക് കയറിയത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും ഈ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കഥയെ തിരക്കഥയിലൂടെ ഒക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അത്യാവശ്യം ത്രില്ലിംഗ് ആയിരുന്നു, കുറച്ച് സസ്പെൻസ്ഫുൾ ആയിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചെറിയ ടേൺസ് സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് ഈ തിരക്കഥ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതും ഇതിലെ ഹീറോ എന്നുള്ള അല്ലെങ്കിൽ നായിക കഥാപാത്രം അർജുൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ആ കഥാപാത്രത്തെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്ന അജിത്താണ്. സോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചു. അതായത് അജിത്ത് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ മാസ് കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ ചേർത്ത്, അത് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന സിനിമ അങ്ങനത്തെ ഒരു സിനിമയല്ല, ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് കഥ പറയുന്ന ഒരു ത്രില്ലർ സിനിമയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറി ഒരു തമിഴ് സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് എപ്പോഴും മാസും ഇടിയും വെടിയൊക്കെ വേണമല്ലോ. അങ്ങനെ ത്രൂ ഔട്ടൊക്കെ ആക്കി മാറ്റും. അങ്ങനെ ഇത് ഈ സിനിമ മൊത്തം അവിഞ്ഞ പരുവത്തിലാക്കി എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ അങ്ങനെ ഒരു വിഷയം ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അജിത്തിൻ്റേത്. വലിയ ഇടിയും വെടിയും പുകയും ഒന്നും തന്നെയില്ല. വളരെ റിയലിസ്റ്റിക് ആയിട്ട് കൺവിൻസിംഗ് ആയി പോകുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു പക്ഷേ അതുകൊണ്ടാണോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഈ മാസമൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി അതൊന്നും വേണ്ടായിരുന്നു. എനിക്കത് ഇച്ചിരി റിയലിസ്റ്റിക് ആയിട്ട് വന്നു കഴിഞ്ഞാലും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം എനിക്ക് അത് അങ്ങനെ ഒരു കഥാപാത്രത്തെ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് എപ്പോഴും ഇങ്ങനെ ഈ മാസ് കഥാപാത്രങ്ങളാണല്ലോ ചെയ്യുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ റിയലിസ്റ്റിക് ആയിരുന്നു. എന്നും പറഞ്ഞ് മാസ് ഇല്ല എന്ന് ചോദിച്ചാൽ മാസും ഉണ്ട്, പക്ഷേ വളരെ കൺവീൻസിങ് ആയിരുന്നു ഒരു ക്യാരക്ടർ ആ ഒരു എഴുത്തിലൂടെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ തിരക്കഥയെ തിരക്കഥാകൃത്ത് കൊണ്ടുപോയി എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ മേക്കിംഗ് എന്നുള്ളത് എടുത്തു പറയണം. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒന്നാമത് ചിത്രത്തിൻ്റെ ലൊക്കേഷൻ എന്നുള്ളത് ഫോറിനാണ്. ഒരുപാട് വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ വിദേശ രാജ്യം ഒരു ലൊക്കേഷനാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ തന്നെ നമുക്കൊരു ഹോളിവുഡ് ലെവൽ ഫീൽ വരും. അത് ടെക്നിക്കലി കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഫീല് പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. എസ്പെഷ്യലി സിനിമാറ്റോഗ്രഫി, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി കാഴ്ച കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഓംപ്രകാശാണ്. അതുപോലെ തന്നെ ശ്രീകാന്താണ് എഡിറ്റിംഗ് വർക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ അനിരുദ്ധാണ് BGM കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ എല്ലാം വർക്കും ഉണ്ട്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കൊള്ളാലോ, ഒരു ഹോളിവുഡ് ലെവൽ ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീല് തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു ചിത്രം സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ കൊറിയോഗ്രഫി എന്നുള്ളൊരു കാര്യം പറയണം. ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരുപാട് ചേസിങ് രംഗങ്ങളൊക്കെ ഉണ്ട്. അത് ഗംഭീരമായിട്ടാണ് ആക്ഷൻ കൊറിയോഗ്രഫർ ചിത്രീകരിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രകടനത്തിൻ്റെ കാര്യത്തിലേക്ക് എത്തുവാണെങ്കിൽ അജിത്താണ് നായകനായിട്ട് എത്തുന്നത്, തൃഷയാണ് നായികയായിട്ട് എത്തുന്നത്. അതുപോലെ തന്നെ ഒരു സുപ്രധാന കഥാപാത്രങ്ങളെ നമ്മുടെ അർജുൻ സർജയും അതുപോലെ തന്നെ റെജിന കാസൻഡ്രയൊക്കെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവരും നീറ്റായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം അർജുൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന അജിത്തിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും അദ്ദേഹം ചെയ്താൽ മാത്രമേ ഇത്രയും ഒക്കൂ എന്നൊക്കെയുള്ള ഒരു അഭിപ്രായമൊന്നുമില്ല. അത് വലിയ അങ്ങേയറ്റം മാരക ഒരു മാസ്മരിക പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത്യാവശ്യം നീറ്റായിട്ടുള്ള പ്രകടനം അദ്ദേഹം കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ തൃഷയാകട്ടെ, അർജുനാകട്ടെ, റെജിന കാസൻഡ്രയാകട്ടെ, അങ്ങനെ വന്നിരിക്കുന്ന എല്ലാവരും നീറ്റായിട്ടുള്ള ഒരു പെർഫോമൻസും കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ പറയുമ്പോഴേ ഞാൻ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ. നിങ്ങളിപ്പം ഈ ഒരു സിനിമ അത്രയ്ക്കും മോശമാണ്, ഒരു ഡിസാസ്റ്റർ ലെവല് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയായിരിക്കും, അതുകൊണ്ടാണ് നിങ്ങൾ കാണാൻ വേണ്ട എന്നൊക്കെ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും മോശം സിനിമയൊന്നുമല്ല. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു അജിത് കുമാറിൻ്റെ ഡൈഹാർഡ് ഫാനാണെന്ന് വെച്ചു, അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു സ്റ്റാർട്ട് ടു എൻഡ് ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഒരു ആക്ഷൻ മസാല സിനിമയാണെന്നും കൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എനിക്കറിയാം. അത് ത്രൂ ഔട്ട് ഇങ്ങനെ ആക്ഷൻ, പഞ്ച് ഡയലോഗ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെയുള്ള സിനിമയല്ല, ഒരു വേറിട്ട അജിത്ത് സിനിമ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കതാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക, എനിക്ക് ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കഥയൊക്കെ എനിക്കറിയാം. കാരണം ബ്രേക്ക്
ഡൗൺ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഏകദേശം എക്സാക്റ്റ് കഥയൊക്കെ അതുപോലെ തന്നെയാണ് പോകുന്നത്. എന്നും പറഞ്ഞിട്ട് ഈച്ച കോപ്പി അടിച്ച് വെച്ചേക്കുമെന്നും പറയുന്നില്ല. ഒരു തമിഴ് സിനിമ എന്നുള്ള രീതിയിലേക്ക് മൊഴിമാറ്റം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീമേക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണമല്ലോ. അതൊക്കെ ഇവിടെയും വരുത്തിയിട്ടുണ്ട്. അതായത് ആ സിനിമയ്ക്കുള്ളിൽ ഇല്ലാത്ത കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഈ സിനിമയ്ക്കുള്ളിലും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ടോട്ടാലിറ്റി ആ കഥാപരിസരം എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കഥ പ്രഡിക്റ്റബിൾ ആയിരുന്നു. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ആസ്വാദന കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഒരു ഓക്കെ ഫിലിമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്ലൈമാക്സ് മാത്രം കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. ആ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന സിനിമ കണ്ടവർക്കാണെങ്കിൽ അറിയാം, ആ ക്ലൈമാക്സ് രംഗം എന്നൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ സീറ്റിൽ ഇങ്ങനെ നഖമൊക്കെ കടിച്ചിരുന്ന് കാണും. ഒരു ചേസിങ് രംഗമാണത്. പക്ഷെ ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു സാധാരണ ഒരു ടിപ്പിക്കൽ തമിഴ് ആക്ഷൻ ഫിലിമിൽ കൊണ്ടുവെക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അത് ചെറിയൊരു ഡ്രോബാക്കാണ്. ആ ഒരു സിനിമയിലെപ്പോൾ തന്നെ എക്സാക്റ്റ് ഇവിടെയും കൊണ്ടുവരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയതിനെ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10/6. പിന്നെ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, ഈ സിനിമ നിങ്ങൾ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ സിനിമ കാണാതെയാണ്, അല്ലെങ്കിൽ ആ സിനിമ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നുള്ള ഒരു പ്രേക്ഷകനാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ചെയ്തൊരു സിനിമ നൽകും. കാരണം കഥ അറിയാതെ പോവുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. വലിയ സംഭവമാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വന്നത്. ഈ പറയുന്ന കണക്കിന് അത്രയും വലിയ മോശമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മാത്രമാണ് ഉദ്ദേശിച്ചത്. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.